ഫോമൊന്നും അല്ലാട്ടോ, അങ്ങനെയൊന്നും പറയരുത്. ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സംഭവം ട്രൈ ചെയ്യണം. അതെ, ഏതായാലും വയറിന് അപകടമില്ലാത്ത ഇൻഗ്രീഡിയൻസും ഉള്ളത്. അത്യാവശ്യം സോഫ്റ്റ്നെസ് ഉണ്ട്, ഓ രുചിയുണ്ട്. ഇപ്പൊ ക്രിസ്മസിന് ഒരു വെറൈറ്റി കേക്ക്, ബേക്ക് ചെയ്യാത്ത കേക്ക്. അതെ അതെ, അപ്പയ്ക്ക് ഒരു സ്പെഷ്യൽ പലഹാരം. ഇങ്ങനെ നമ്മൾ റാഗി കൊണ്ടൊരു ഐറ്റം തയ്യാറാക്കാൻ പോവാട്ടോ. ക്രിസ്മസ് ഒക്കെ പ്രമാണിച്ച് എല്ലാവരും ഈ ഒരു ഐറ്റത്തിന്റെ പ്രിപ്പറേഷനിലും ചിന്തകളിലും ഒക്കെ ആയിരിക്കും. പ്രിപ്പറേഷൻ തുടങ്ങിയോന്ന് അറിയില്ല, ചിന്തകളിലായിരിക്കും. എന്നാൽ ഞങ്ങൾ വ്യത്യസ്തമായ രീതിയിൽ ഈ ഒരു ഐറ്റം ഉണ്ടാക്കാൻ തീരുമാനിച്ചു, അല്ലേ? തീരുമാനിച്ചു എന്ന് പറയാം, പക്ഷെ ഐറ്റം എങ്ങനെയാന്നുള്ളത് നമുക്ക് പിന്നാലെ കാണാം. ഫസ്റ്റ് ടൈം ചെയ്യണതാട്ടോ. അതെ അതെ അതെ. നമുക്ക് അതിനായിട്ട് റാഗി പൗഡർ കൊണ്ടാണ് നമ്മൾ തയ്യാറാക്കണം. റാഗിയുടെ കൂടെ വേറെ ഐറ്റംസ് ഉണ്ട്. ഒരു കപ്പ് നഗക്ക എടുത്തിട്ടില്ല, വടിച്ചുള്ള ഒരു കപ്പ് റാഗി പൗഡർ ഇതിലേക്ക് ചേർക്കുവാണേ. അളവ് എപ്പോഴും ഇതിന് കൃത്യമായിരിക്കണം. റാഗിയിൽ ഇച്ചിരി ഇതിൽ ഇരിപ്പുണ്ട്, അത് കുഴപ്പമില്ല, ലാസ്റ്റ് മിക്സ് ചെയ്യുമ്പോൾ എടുക്കാം. 2 ടേബിൾ സ്പൂൺ ഓട്സ് ഒന്ന് ചൂടാക്കിയിട്ട്, റോസ്റ്റഡ് ഓട്സ് പൊടിയാണ്, പൊടിച്ചെടുത്തതാട്ടോ, 2 ടേബിൾ സ്പൂൺ. ഡ്രൈ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ആദ്യം അങ്ങ് ചേർക്കാം, അതായിരിക്കും നല്ലത്. പിന്നെ നമുക്ക് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ചേർക്കണം കേട്ടോ. ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂണും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഞാൻ നോക്കിയതാ, എഴുതി വെച്ചേക്കണം, ഇതാണ് ബേക്കിംഗ് പൗഡർ, നോക്കിയതാ, ബേക്കേഴ്സിൻ്റെ 2 1 ടീസ്പൂൺ. ഈ ഒരു ഐറ്റം നമ്മൾ വേറൊരു രീതിയിൽ ചെയ്തിട്ടുണ്ട്, പക്ഷെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി, ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അതിൽ നിന്ന് ഇച്ചിരി ഒരു മാറ്റം. അതെ 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 അതെ. ആദ്യം ചെയ്തതിൽ നമ്മൾ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഇല്ലായിരുന്നു. ബേക്കിംഗ് പൗഡർ മറ്റേ ഏത്തപ്പഴം വെച്ച്. ഇനി ബേക്കിംഗ് സോഡ കേട്ടോ. എന്താവൂന്ന് അറിയില്ല, ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്, പരീക്ഷണം നടത്തിയാലാണല്ലോ വിജയകരമാവോ ഇല്ലയോ എന്ന് പറയാൻ പറ്റും. സോഡ, ഇനി ഒരു സ്വല്പം ഉപ്പ, ടേബിൾ സോൾട്ട്, ഒരു പിഞ്ച്, അതൊരു പൊടിക്ക് മതി. ഇത്രയാണ് ഡ്രൈ ആയിട്ട് ചേർക്കണ ഐറ്റംസ് കേട്ടോ. ഒരു പിഞ്ച്. ഇതെല്ലാം അങ്ങ് മിക്സ് ചെയ്ത് വെക്കുക. ഇതെങ്ങനെ ചേർക്കാം. അതിൽ റാഗി ഇരുന്നതാ ഇച്ചിരി. റാഗി ഇനി ഇതിൽ തന്നെയാണ് മറ്റളവ് എടുക്കണത്, അപ്പം പിന്നെ കുഴപ്പമില്ല. ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇത് മിക്സ് ചെയ്ത് അങ്ങ് സെറ്റാക്കി വെക്കണതാട്ടോ. സെറ്റെന്ന് പറയാനില്ലടി, ചുമ്മാ ഒന്ന് ഇത് ചെയ്യുക, എന്നിട്ട് പിന്നെ ബാക്കി കുറച്ച് ഐറ്റം ചേർക്കാനുണ്ട്. ആ ഐറ്റം കൂടെ വേറൊരു ബൗളിൽ ചേർത്തേച്ച് ഇതിലേക്ക് ചേർക്കാം, അല്ലെങ്കിൽ ഇതിൽ മൊത്തം അങ്ങ് ചേർത്ത് മിക്സ് ചെയ്താലോ? വേണമെങ്കിൽ ഈ പൊടി ഉണ്ടല്ലോ, അത് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് വെക്കുക. എന്നിട്ട് ഇതിൽ പാത്രം എടുക്കാം. അപ്പൊ ഈ ബൗളിൽ തന്നെ എല്ലാം ചെയ്യാലോ, അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്. ഇത് വേറെ ഒരെണ്ണത്തിലേക്ക് മാറ്റിയാലേ അതായിരിക്കും ഭംഗി. ഇനിയുള്ള ബൗൾ ഇതിലും നല്ലതാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല. ഇതേതായാലും ഒരു നല്ല ബൗളാ. അടുത്ത ഇൻഗ്രീഡിയൻസ്. ഇവനാണ് നമ്മളുടെ പ്രധാന താരം. ഇത് മതി, ക്യാരറ്റ് കേട്ടോ, ഇച്ചിരി കുറച്ചേക്കാം. 3/4 കപ്പാ ഉദ്ദേശിക്കണേ അല്ലേ? അതൊരു മോയ്സ്ചറിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ആഡ് ചെയ്യണേ. അത് ഇതിലേക്ക് തന്നെ അങ്ങ് ചേർക്കാം കേട്ടോ. അതെ അതെ അതെ. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് ചേർക്കണത് ആ ബൗളിൽ നീ പറഞ്ഞ പോലെ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി കേട്ടോ. അപ്പോൾ ഈ ക്യാരറ്റ് മാറ്റി വെക്കട്ടെ. മധുരത്തിന് 1/2 കപ്പ് ശർക്കര, പൊടിയല്ല കേട്ടോ, ഞങ്ങൾ ചിരണ്ടി എടുത്തതാട്ടോ. അത് മിക്സ് ചെയ്യുമ്പോൾ ശരിയായിക്കോളും, ഇച്ചിരി നേരം മിക്സ് ചെയ്തിരിക്കാം കേട്ടോ. പിന്നെ 1/2 കപ്പ് തൈര് ചേർക്കണം, 1/2 കപ്പ് പാല് ചേർക്കണം. അപ്പം പാൽ ആദ്യം ഒഴിക്കാം, പാലിട്ടോ. ഇനി തൈര് ചേർക്കണം. 1/2 കപ്പ് അല്ലേ? 1/2. ഇതേ കപ്പിലിരിക്കുന്നത് കരടോ മാലിന്യോ ഉറുമ്പോ ഒന്നും അല്ല കേട്ടോ, ശർക്കരയുടെ പൊടി അതിലിരിക്കുന്നതാണ്. ഞാൻ ഈ കപ്പിൽ അളവെടുക്കണോണ്ട് കപ്പുകൾ ഓരോ പ്രാവശ്യം ഓരോന്ന് എടുക്കുമ്പോഴും കഴുകണില്ല. ക്യാരറ്റ് എടുത്തു, റാഗിപ്പൊടി എടുത്തു, തൈരെടുത്തു, പാലെടുത്തു. അപ്പോൾ ഓരോന്നും എടുക്കുമ്പോൾ അതിലിരിക്കുന്ന ആ പൊടികൾ അതിലിരിക്കുന്നത് അതിലേക്ക് ഒഴിച്ചെടുക്കുമ്പോൾ പറ്റണതാട്ടോ, വേറെ ഒന്നും അല്ലാന്ന് സാരം. അതെ. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ ചേർത്തു. 1/2 കപ്പ് തൈരും ചേർത്ത് നന്നായിട്ട് അങ്ങ് ഇളക്കി മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ആ പൊടി ഇതിലേക്ക് ചേർക്കാം കേട്ടോ. ആദ്യം എടുത്തു വെച്ച റാഗി, ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചേക്കണ പൊടി ഇതിലേക്ക് ചേർക്കാം. അതിൻ്റെ ഇടയ്ക്ക് ഈയൽ വന്നു തുടങ്ങി. വന്നു കുറച്ച് കോൺസെൻട്രേഷൻ വേണ്ട വർക്കായത് കാരണമാണ് അമ്മ അധികം സംസാരിക്കാത്തത്. കാരണം സംസാരിച്ചു കഴിഞ്ഞാൽ അളവ് തെറ്റിക്കഴിഞ്ഞാൽ മൊത്തം പ്രശ്നമാവും. അളവ് തെറ്റിയാൽ നമ്മൾ വിചാരിച്ച പോലെ ഭംഗിയായിട്ട് അതിനൊരു ഔട്ട്പുട്ട് കിട്ടില്ല അല്ലേ? മൂടി വെച്ചില്ലെങ്കിലേ ഇത് ഈയലിന്റെ പ്രശ്നത്തിലേക്ക് വന്നതേ. പൊടി ഇടാൻ മക്ക
അപ്പുറത്തെ കൈ വെച്ചിട്ടോട്ടോ. നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ആ എല്ലാ മിക്സും കൂടെ ആക്കി വെച്ചേക്കുന്നത് ഞാൻ പറഞ്ഞു എന്തൊക്കെയാണ്. റാഗി, ബേക്കിംഗ്, BP ആൻഡ് BS. ബേക്കിംഗ് ഞാൻ കണ്ടു BP എഴുതി എന്ന് വെക്കുമ്പോ ആൾക്കാർ തെറ്റിദ്ധരിക്കരുത്. ബേക്കിംഗ് പൗഡർ, BS എന്ന് വെച്ചാൽ ബേക്കിംഗ് സോഡ. ഓ എനിക്കത് പിടികിട്ടിയില്ല കേട്ടോ. ഇല്ലേ, അതൊക്കെ എൻ്റെ ഷോർട്ട് ഫോം. അത് ഷോർട്ട് ഫോം ഒന്നും അല്ലാട്ടോ, അങ്ങനെയൊന്നും പറയരുത്. ഞാനങ്ങ് എളുപ്പത്തിന് എൻ്റെ മാർഗത്തിൽ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഇതിങ്ങനെ റാഗിപ്പൊടി ഇല്ലേ, ഇനി ഇതിലേക്ക് ഉണങ്ങിയിരിക്കുന്ന പൗഡർ അല്ലേ, ഓട്സും നമ്മൾ പൊടിച്ച് ചേർത്തിട്ടുണ്ടല്ലോ, അതെല്ലാം കൂടെ ഇങ്ങനെ ഇരുന്ന് കുറച്ചൊന്ന് കുതിരും, വലിച്ചെടുക്കും. അപ്പം നമുക്ക് ചിലപ്പോൾ നനവിന് കുറവ് വരും. അന്നേരം നമുക്കതനുസരിച്ച് ഓരോന്ന് ചെയ്യാട്ടോ. ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സംഭവം ട്രൈ ചെയ്യണേ. ഏത്തപ്പഴം വെച്ച് ചെയ്ത കാരണം നമുക്കൊരു ധാരണയുണ്ട് എങ്ങനെയാണെന്നുള്ളത്. ഇത് വലിയ ബൗൾ വേണം. എന്നാന്ന് വെച്ചാൽ ഇത്രയും സാധനം ആകുമ്പോൾ കൊച്ചു ബൗളിൽ ഉതവൂല. ബേക്കിംഗ് പൗഡറൊക്കെ ചേർത്താൽ കൊണ്ട് വെച്ചിട്ട് പൊങ്ങി വരും. മറ്റേന് അതൊന്നും ആഡ് ചെയ്യണില്ലല്ലോ. അപ്പം അത് കാരണം. പിന്നെ ഇത് കുറച്ച് ഹെൽത്തി ആണെന്ന് എനിക്ക് തോന്നുന്നു. അറിയില്ല, ഇനി വെജിറ്റബിൾ ഓയിൽ ചേർക്കാനുണ്ട്. അതാണ് ഞാൻ ആലോചിച്ച, വേറെ എന്തെങ്കിലും മറന്നിട്ടുണ്ടോ എന്ന്. ഇത് വെച്ചങ്ങ് മൂടിയാലോ ഇങ്ങനെ. എന്നിട്ട് നമ്മൾ 1 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ കേട്ടോ. അല്ലെങ്കിൽ വേണമെങ്കിൽ ബട്ടർ ചേർക്കാം അല്ലേ, എന്ത് വേണമെങ്കിലും. നമ്മളിപ്പോ ഇതാണ് ചേർക്കുന്നത്. കോക്കനട്ട് ഓയിൽ ആണെങ്കിലും ചേർക്കാം കേട്ടോ. നമ്മൾ വെജിറ്റബിൾ ഓയിലാണ്. കോക്കനട്ട് ഓയിലും നല്ലത് വെജിറ്റബിൾ ഓയിലാണ്. ഇതെനിക്ക് തോന്നുന്നു ആ സ്മൂത്ത്നെസ്സിനൊക്കെ വേണ്ടിയായിരിക്കും. ആയിരിക്കും. അറിയാവുന്നവര് കൃത്യമായിട്ട് പറഞ്ഞതാട്ടോ. നമ്മള് ഇതില് വലിയ എക്സ്പേർട്സ് അല്ല, കേക്കില് ഒട്ടുമല്ല. അപ്പൊ എന്തിനാണ് ഈ വെജിറ്റബിൾ ഓയിൽ കേക്കിൽ ചേർക്കണത്, അല്ലെങ്കിൽ അതിന് പകരം ബട്ടർ ചേർത്താലുള്ള ഗുണങ്ങളോ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ ആണോ ബെറ്റർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഷെയർ ചെയ്താട്ടോ. ഒത്തിരി അറിയാവുന്ന ആൾക്കാർ ഇത് ചെയ്യുന്നുണ്ടാവും, കേക്കൊക്കെ സ്ഥിരം ഉണ്ടാക്കി പരിചയമുള്ളവരെ. അതെ. ഇനി നമുക്ക് ഇച്ചിരി ഡേറ്റ്സ് അരിഞ്ഞ് ചേർക്കാം അല്ലേ. അതെ അതെ, അത് കുരുകുരുവനങ്ങ് അരിഞ്ഞ് ചേർത്താൽ മതി. പിന്നെ കുറച്ച് നേരം ബാറ്റർ ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കണം. കാരണം റാഗി അല്ലേ, ഇത് വലിച്ചെടുക്കും ഇത് വരുമ്പേ. അതെ. ഇപ്പം ഞാനൊന്ന് മൂടട്ടെ, എനിക്ക് ഭയങ്കര പേടി ചെയ്യും പ്രാണി ഇങ്ങനെ നടക്കണോണ്ട്. ഡേറ്റ്സ് ഇത് നമുക്ക് ഈ ഒരു നനവിനൊക്കെ വേണ്ടിയിട്ടാട്ടോ നമ്മള് കുതിർന്ന അല്ലേ. നട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇടാം, കിസ്മിസ് ഉണ്ടെങ്കിൽ അതും ഇടാം. നമ്മളിപ്പോൾ ഡേറ്റ്സ് മാത്രമേ ഇടുന്നുള്ളൂ. ഇടയ്ക്ക് കഴിക്കുമ്പോൾ ഒന്ന് അല്ലേ മധുരമൊക്കെ കിട്ടും. നാച്ചുറൽ സ്വീറ്റ്നർ അല്ലേ. ഇതിപ്പോൾ എല്ലാ ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളും ഇതിന് ആഡ് ചെയ്തിരിക്കുന്നത്. പരീക്ഷിച്ചാലാണല്ലോ വിജയം കാണുമോ ഇല്ലയോ എന്ന് നമ്മൾ തിരിച്ചറിയുള്ളൂ. അത്രേ ഉള്ളൂ. പരീക്ഷിക്കാതിരുന്നു കഴിഞ്ഞാൽ പുതിയ ഇന്നോവേഷൻസ് ഒന്നും നമ്മൾ നടത്തില്ല. ചിലപ്പോൾ ഫെയിലിയർ ആവും, പക്ഷെ നമ്മൾ വീണ്ടും 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 ശ്രമിച്ച് അത് നമ്മൾ സക്സസിലേക്ക് കൊണ്ടുവരുത്തണം. അതിലാണ് നമ്മുടെ മോട്ടിവേഷൻ, വിജയം. അതെ. നമ്മ ക്രിസ്മസ് വൈബുള്ള ഏപ്രണൊക്കെ ഇട്ടേക്കണം. നന്നായി ഇത് ഇട്ടത്. കാരണം ഇതാ നീലയുടെ ഒപ്പം നീ മേടിച്ചതാ. പക്ഷെ ഞാൻ നീലയും വെള്ള ഡോട്ടും കൂടി ആയിട്ടുള്ളത് സ്ഥിരം ഇടുന്നത്. ഇതങ്ങനെ എടുക്കാറില്ല. ഇനിയിപ്പോ ക്രിസ്മസ് ഇതായതുകൊണ്ട് ഇതങ്ങനെ ഇടാം. റെഡ് ആൻഡ് വൈറ്റ്. അതെ, ക്രിസ്മസ് സ്പെഷ്യൽസ് ഉണ്ടാക്കുമ്പോ ഇട്ടാ മതി. അത് മതി. ഇതിപ്പോ ഒരു കേക്ക് എന്ന് പറയുമ്പോൾ ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ടുള്ള വരുന്ന ഒരു സംഗതിയാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഇതിട്ടത് നന്നായി. ഇനി കുതിർന്ന് വരട്ടെ കേട്ടോ. നമുക്ക് അടച്ചു വെക്കാം. 5 മിനിറ്റ് ഒക്കെ മതിയായിരിക്കും അല്ലേ. ഇച്ചിരി നേരം ഒന്ന് ഇരിക്കട്ടെ, ഇതിരട്ടെ. അപ്പോഴേക്കും ആ വെള്ളം ഇനി ബാറ്റർ ലൂസ് ആക്കണോ വേണ്ടോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഇനി ലൂസ് ആക്കണ്ട എന്തായാലും. ബാറ്റർ ഇരുന്ന് കഴിഞ്ഞപ്പോ ഇച്ചിരി ഒന്ന് കുറുകി മീൻസ് അതിലേക്കൊക്കെ വലിച്ചു അല്ലേ. അപ്പൊ ഇനി വേറെ ഒന്നും ചെയ്യണ്ട. നമുക്ക് ഇങ്ങനെ അങ്ങ് ഒഴിച്ചാൽ മതി. ഇതങ്ങ് സ്പാറ്റില മാറ്റി വെച്ച് കാണിക്കാം. ബട്ടർ ബ്രഷ് ചെയ്തതാട്ടോ. അതെ, ബട്ടറാ അതില്. ഓയിലോ ബട്ടറോ എന്തെങ്കിലും മതി. ഞാൻ ബട്ടറാ തേച്ചത്, കാരണം ഇച്ചിരി ഒരു ടേസ്റ്റിന് വേണ്ടി ചെയ്തതാട്ടോ. പ്രാണിയൊക്കെ പോയി. ഏതായാലും ലൈറ്റായി ഇടുന്ന സമയത്ത് അയ്യലിന്റെ വരവ് ഒഴിക്കുവാണേ. നമ്മള് സ്റ്റീമാണ് ചെയ്യണത് കേട്ടോ. സ്റ്റീമാ ചെയ്യണം. കാരണം റാഗി പൊതുവെ ഇച്ചിരി ഹാർഡായിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആയതുകൊണ്ട് നമ്മള് സ്റ്റീമാണ് ചെയ്യണത്. കുക്കറിലല്ല ചെയ്യണേ കേട്ടോ. കുക്കറിൽ സ്ഥിരം ചെയ്യണതല്ലേ. കേക്കൊക്കെ ഉണ്ടാക്കുമ്പോ സ്ഥിരം കുക്കറിൽ ബേക്ക് ചെയ്യാ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഇത്തവണ ഒന്ന് സ്റ്റീം ചെയ്യാന്ന് കരുതി. എന്താ സംഭവിക്കണേന്ന് നോക്കാലോ. എന്തും ആവട്ടെ, റാഗി അല്ലേ. ഏതായാലും വയറിന് അപകടം ഇല്ലാത്ത ഇൻഗ്രീഡിയൻസ് ഉള്ളത്. ഇപ്പൊ എന്തായാലും കഴിക്കാം. വളരെ ഹെൽത്തി. ഇനി നമുക്ക് അടയ്ക്കാം. അല്ല, അടയ്ക്കുള്ളത്
നനവ് പറ്റാതിരിക്കാൻ വേണ്ടി വെള്ളം ഈ അടപ്പേന്നൊക്കെ വെള്ളം വീഴും, അങ്ങനെ അടയ്ക്കാതിരിക്കാൻ വേണ്ടി ദേ ഓയിൽ പേപ്പർ ഉണ്ടെങ്കിൽ അത് വെച്ചാൽ മതിയായിരുന്നു. എൻ്റെ കയ്യിൽ ഓയിൽ പേപ്പർ ഇല്ലാത്തതുകൊണ്ടാട്ടോ ഞാനിങ്ങനെ അടച്ചേ. ഇപ്പം അടച്ചു വെക്കുവാണ്. നമുക്കൊരു 30 മിനിറ്റ് കഴിയുമ്പോൾ നോക്കാട്ടോ. അതെ, ഇപ്പം 7:05. ഓക്കെ, സമയമായോ? 30 മിനിറ്റ് ആയി. നമുക്കൊന്ന് തുറന്ന് നോക്കാം. അധികം നേരം വെച്ചോണ്ടിരിക്കണ്ടല്ലോ. ആയി വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. നമുക്ക് നോക്കാം. ഇച്ചിരി അടപ്പ് മാറിയായിരിക്കണേ. സാരമില്ല, സംഗതി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. വേറെ ഇതെടുത്തുകൊണ്ട് വരാം, മാറ്റാൻ കേട്ടോ. നല്ല സ്റ്റൈലായിട്ട് ഇരിപ്പുണ്ട് ഇത്. ബന്ധമെന്ന് അതുകൊണ്ട് കുത്തി നോക്കാം. പക്ഷെ സൈഡിൽ നിന്നൊക്കെ ഇച്ചിരി വിട്ടിട്ടുണ്ട്, മേ ബി വന്നിട്ടുണ്ടാവും. ദേ നോക്കാം. വെന്തു. മതി മതി മതി. ഇതിൽ പിടിക്കണില്ല. അതെ മതി, ഓഫ് ചെയ്യാനി. പിന്നെ നമുക്ക് തണുക്കാൻ വെക്കാം കേട്ടോ. റൂം ടെമ്പറേച്ചറിൽ തണുക്കണം. എടുക്കട്ടെ, ഊണുമുടിയിട്ട് വെക്കാം. അപ്പൊ നമുക്കിത് തണുത്തു. നീ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. തൊട്ടൊന്ന് നോക്കിയേ. റാഗി ആയതുകൊണ്ടേ അങ്ങനെ ഹാർഡ്നെസ് ഉണ്ടാവും. അല്ല, റാഗി ആയതുകൊണ്ട് അങ്ങനെ സോഫ്റ്റ് അല്ല കേട്ടോ ഇത്. രുചി എങ്ങനെയുണ്ടാവും എന്നാണ് അറിയേണ്ടത്. അതാണ് അറിയേണ്ടത്. ഏത്തപ്പഴം വെച്ചുണ്ടാക്കിയതാണോ ക്യാരറ്റ് വെച്ചുണ്ടാക്കിയതാണോ നല്ലത് നോക്കണമല്ലോ. പെട്ടെന്ന് വിട്ടുപോകുന്നുണ്ട്. പക്ഷേ അല്ലേ, അത് വെന്തത് കൊണ്ടാ. എനിക്ക് തോന്നുന്നു സ്റ്റീം ചെയ്തത് തന്നെയാ നല്ലതെന്ന് തോന്നണം. കയ്യിലൊക്കെ നല്ല പുറം ഭാഗം ഒന്ന് കാണിച്ച്. അവിടെ നല്ല നീറ്റായിട്ട് ഇരിപ്പുണ്ട് അല്ലേ. അത് നമ്മളെ ഇത് തൂക്കിയതല്ലേ, ബട്ടർ തൂത്തതല്ലേ, അതുകൊണ്ടാ. ശരി, ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. അപ്പയ്ക്കും കൊടുക്കാം. റാഗി കേക്കാന്ന് പറയാം. ക്രിസ്മസിന് ഇഷ്ടപ്പെടും. അപ്പയ്ക്ക് റാഗി ആയിട്ടെല്ലാം വലിയ താല്പര്യം. നല്ലതാ. രുചിയുണ്ടോ? അത്യാവശ്യം സോഫ്റ്റ്നെസ് ഉണ്ട്. രുചിയുണ്ട്. മധുരമൊക്കെ ഉണ്ടോ? നല്ലതാ, മധുരം പാകാം. സോഫ്റ്റ്നെസ് ഉണ്ട്. നല്ലതാ, അപ്പയ്ക്ക് ഇഷ്ടപ്പെടും. ഞാൻ ഒരു പീസ് കട്ട് ചെയ്ത് കൊടുക്കാം. മധുരം പാകാം. ആ ശർക്കര പാകമായിരുന്നു. ഇപ്പൊ ക്രിസ്മസിന് ഒരു വെറൈറ്റി കേക്ക്, ബേക്ക് ചെയ്യാത്ത കേക്ക്. അതെ 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 അതെ, ആവിയിൽ വേവിച്ച കേക്ക് അല്ലേ. വലിയ ലൈറ്റ് ഇടണോ? വേണ്ട, അപ്പയ്ക്ക് ഒരു സ്പെഷ്യൽ പലഹാരം റാഗി ക്രിസ്മസ് കേക്കാ. ബേക്ക് ചെയ്യാത്ത കേക്ക്. റാഗിയുടെ മണമുണ്ടോ? ഗോതമ്പില്ല, മൈദ ഇല്ല, റാഗി ഉപയോഗിച്ച് ബേക്ക് ചെയ്യാത്ത ഒരു ക്രിസ്മസ് സ്പെഷ്യൽ കേക്കാ. നല്ല സോഫ്റ്റ്നെസ് ഉണ്ട് അല്ലേ? സോഫ്റ്റ്നെസ് ഉണ്ട്, ഒരു സ്മൂത്ത്നെസ്സും ഉണ്ട്. അതാ ഇതൊക്കെ ചേർത്തിട്ടാ, ക്യാരറ്റും ഡേറ്റ്സ് ഒക്കെ. അതെ, ക്യാരറ്റും ഡേറ്റ്സ് ഒക്കെ ചേർത്തിട്ടുണ്ട്. നല്ല, നോട്ട് ബാഡ്. ക്രിസ്മസിന് ഒരു വെറൈറ്റി ഐറ്റം. ഒരു വെറൈറ്റി. അടിവശവും നല്ലതായിട്ട്. അതെ 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 അതെ. മുകൾ വശം പിന്നെ വളരെ ഇതാണത്, ഒരു ആസ്വാദികരമായ മണവും ഉണ്ട്. അതെ അതെ അതെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. റൈറ്റ്, നല്ലതാണ്. ഡേറ്റ്സ് ഇട്ടത് നന്നായി. ഡേറ്റ്സ് ഇട്ടതാണ് അതിന് രുചി വന്നത്. അല്ലെങ്കിൽ ഒരു ക്യാറ്റിന്റെ ചിലപ്പോ ഒരു മട്ടിപ്പ് വന്നേനെ. നല്ലത്. ഒരെണ്ണം ഒന്ന് എടുത്ത് മുറിച്ച് കാണിക്കൂ. പിന്നെ കൈ കൊണ്ട് മുറിച്ച് കാണിക്കണം. അന്നേരം ഒടിഞ്ഞു പോകാം. നല്ല സോഫ്റ്റാ. ഇവനാണ് അവൻ. അപ്പോൾ ഇങ്ങനെ വെറൈറ്റി കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്യാതിരിക്കാൻ നമുക്ക് എന്തായാലും പറ്റില്ല. അപ്പോൾ ഞാൻ ആദ്യം കുറച്ചൊന്ന് ടേസ്റ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് രുചി ഇഷ്ടമായി കേട്ടോ. പിന്നെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി മധുരം ചേർത്തിരുന്നെങ്കിൽ കുറച്ചുകൂടി ഡെലീഷ്യസ് ആയതിനെന്ന് എനിക്ക് തോന്നുന്നു. ഇത് നമ്മൾ വളരെ മിനിമൽ മധുരം മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഡേറ്റ്സ് ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഏറ്റവും മിനിമൽ മധുരം ചേർത്തത്. പക്ഷേ ഇത്രയും കൂടി മധുരം ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി അടിപൊളി ആയതിനെന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ.
പിന്നെ അങ്ങനെ ഭയങ്കര ഡെലീഷ്യസ് അങ്ങനെയൊന്നും പറയാനില്ല. ജസ്റ്റ് ഓക്കെ ആണ്. പിന്നെ നമ്മൾ സ്റ്റീം ചെയ്താണല്ലോ എടുത്തത്. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. നല്ല സോഫ്റ്റായിരുന്നു. പിന്നെ നോർമൽ നമ്മുടെ പ്ലം കേക്കില്ലേ അതായിട്ടൊന്നും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇതൊരു ഹെൽത്തി ഓപ്ഷൻ എന്ന നിലയിൽ നമ്മൾ ചൂസ് ചെയ്ത ഒരു കേക്ക് ഓപ്ഷനാണ്. അതും സ്റ്റീം ചെയ്ത് അങ്ങ് എടുത്ത് റെഡിയാക്കാമെന്ന് കരുതിയതാണ്. മൊത്തത്തിൽ നല്ലായിരുന്നു കേട്ടോ. അതിൻ്റെ ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും ഒക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. എനിക്കിഷ്ടമായി. ഇടയ്ക്ക് 4 മണിക്കൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഐറ്റം കൂടിയായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. പിന്നെ കേക്കിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആയതുകൊണ്ടാണ് നമ്മളിതിനെ സ്റ്റീം കേക്ക് എന്നുള്ള രീതിയിൽ പറയാൻ കാര്യം കേട്ടോ. നിങ്ങൾക്ക് എന്താ തോന്നണേന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യണേ.